കീം എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു 2026-ൽ. പക്ഷേ എനിക്കൊരു റിസർവേഷൻ ക്ലെയിം ആഗ്രഹിച്ച് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യുക. ഏകദേശം 1,20,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം കീം വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആവാം, മെഡിക്കൽ അഡ്മിഷൻ ആവാം, ആർക്കിടെക്ട് കോഴ്സുകളാവാം, ബിഫാം കോഴ്സുകളാവാം. ഈ എല്ലാ കോഴ്സുകൾക്കും കീമിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കുക. ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വഴി നമുക്കൊരു റിസർവേഷൻ ലഭിക്കണമെങ്കിൽ എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതാത് ഡോക്യുമെന്റ്സുകൾ നാം കീമിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത അറൌണ്ട് 45,000 സ്റ്റുഡൻസിനാണ് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ മെമ്മോ എൻട്രൻസ് കമ്മീഷൻ അയച്ചിരിക്കുന്നത്. റിസർവേഷൻ ക്ലെയിം ഏതൊക്കെയാണ് ഓരോ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ? ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ട ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഇതുപോലെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അതിന്റെ റിസർവേഷൻസ്, മുസ്ലിം റിസർവേഷൻ, ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള റിസർവേഷൻ, കുടുംബി കമ്മ്യൂണിറ്റിയിലുള്ള റിസർവേഷൻ, ഇതേപോലെ ഓരോ ലാറ്റിൻ കത്തോലിക്ക റിസർവേഷൻ, ഇങ്ങനെ വരുന്ന ഓരോ റിസർവേഷൻസിലും OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിനോടൊപ്പം SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? സ്പോർട്സ് കോട്ടായും സ്കൗട്ടിന്റെയും പോലെയുള്ള എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ, അഗ്രികൾച്ചർ, ഇതേപോലുള്ള റിസർവേഷൻസ് ലഭിക്കാനുള്ള ഡോക്യുമെന്റ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇതിനോടൊപ്പം തന്നെ ഓർക്കുക, SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇതിനുള്ള ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ളതാണ്. ഇനി ബാക്കി വരുന്ന എല്ലാ വിദ്യാർത്ഥികളും കീമിനായി റിസർവേഷൻ ക്ലെയിം അപ്ലോഡ് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അവരുടെ പ്രൊഫൈൽ പേജ് വെരിഫൈ ചെയ്യുക, എനിക്ക് റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടോ, അതോ അതർ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, മെമ്മോ വന്നിട്ടുണ്ടോ എന്ന് എല്ലാ വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യുക. ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് May 25 ആണ്. ഇനി ഒരു അവസരം നൽകില്ല എന്ന് എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ആ റിസർവേഷൻ ലഭിക്കാത്ത വർഷം നോർമൽ ജനറൽ കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ കൗൺസിലിംഗ് പ്രൊസീജിയറിലും അഡ്മിഷൻ പ്രൊസീജിയറിലും പങ്കെടുക്കേണ്ടി വരിക. അതുകൊണ്ട് കീമിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിനായി റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എൻട്രൻസിന്റെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.